ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ KPCC ഭാരവാഹികൾ ഉൾപ്പെടെ നേതാക്കൾ വീഴ്ച വരുത്തിയെന്ന് DCCകളുടെ റിപ്പോർട്ട്. സുധാകരനും ഷാനവാസിനും MK രാഘവനുമെതിരെ പാർട്ടിയിൽ നിന്ന് നീക്കമുണ്ടായി. റിപ്പോർട്ടുകൾ KPCC നേതൃത്വം ചൊവ്വാഴ്ച പരിഗണിക്കും. റിപ്പോർട്ടിനെക്കുറിച്ച് പരസ്യ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാവുമെന്ന് VM സുധീരൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളിൽ രാജകുടുംബം ഇടപെടരുതെന്ന് അമിക്കസ് ക്യൂറി. ക്ഷേത്രത്തിന് പുതിയ ഭരണസമിതി വേണമെന്ന ശുപാർശയടങ്ങുന്ന റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ആഖ്യാനകലയുടെ മഹാമാന്ത്രികൻ വിടവാങ്ങി. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ് ഇനി ഓർമ്മ. അന്ത്യം 87-ാം വയസ്സിൽ മെക്സിക്കോയിൽ. സംസ്ഥാനത്ത് വ്യത്യസ്ത അപകടങ്ങളിൽ 6 മലയാറ്റൂർ തീർത്ഥാടകർ മരിച്ചു. 4 പേർ മരിച്ചത് പെരിയാറിൽ ഒഴുക്കിൽപ്പെട്ട്. പെരുമ്പാവൂരിൽ കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് 2 പേർ. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷകളും. പ്രമുഖ സാഹിത്യകാരനും നൊബേൽ സമ്മാന ജേതാവുമായ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ് അന്തരിച്ചു. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. മെക്സിക്കോയിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. 20-ാം നൂറ്റാണ്ടിലെ പ്രമുഖരായ എഴുത്തുകാരിൽ ഒരാളായാണ് സാഹിത്യപ്രേമികളുടെ പ്രിയപ്പെട്ട ഗാബോ അറിയപ്പെടുന്നത്. ലാറ്റിൻ അമേരിക്കൻ ജീവിതത്തിന്റെ പകർപ്പുകൾ മാജിക്കൽ റിയലിസം എന്ന കഥാഖ്യാന ശൈലിയിലൂടെ ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച സാഹിത്യകാരന് 1982-ലാണ് നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവൽ മാർക്കേസിന് സാഹിത്യപ്രേമികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തു. കോളറ കാലത്തെ പ്രണയം, ദി ഓട്ടം ഓഫ് പാട്രിയാർക്ക്, ലീഫ് സ്റ്റോം, ദി സ്റ്റോറി ഓഫ് എ ഷിപ്രക്ഡ് സെയിലർ എന്നിവ പ്രമുഖ രചനകളാണ്. പത്രപ്രവർത്തകനായിട്ടായിരുന്നു മാർക്കേസിന്റെ തുടക്കം. മാക്കോണ്ടോ എന്ന സാങ്കല്പിക ഗ്രാമത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു മാർക്കേസിന്റെ പ്രശസ്ത രചനകൾ രൂപം കൊണ്ടത്. ആത്മകഥയായ ലിവിംഗ് ടു ടെൽ എ ടെയിൽ പുറത്തിറങ്ങിയത് 2002-ലാണ്. 2008 മുതൽ എഴുത്തിന്റെ ലോകത്തുനിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിരുന്നു മാർക്കേസ്. മാർക്കേസ് എഴുത്തു നിർത്തുകയാണെന്ന് 2012-ൽ സഹോദരൻ ജെയിംസ് മാർക്കേസ് ലോകമാധ്യമങ്ങളെ അറിയിച്ചു. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മാർക്കേസിന്റെ അന്ത്യം മെക്സിക്കോയിലെ സ്വവസതിയിൽ വെച്ചായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കാലത്തെ അതിജയിക്കുന്ന കലാകാരൻ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് KN കുഞ്ഞഹമ്മദ് അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. കഥാകൃത്ത് R ഉണ്ണി കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. MA ബേബി CPM നേതാവ്, പ്രൊഫസർ MN കാരശ്ശേരി, B ഉണ്ണികൃഷ്ണൻ സംവിധായകൻ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം KN കുഞ്ഞഹമ്മദിലേക്ക്. ലാറ്റിൻ അമേരിക്കൻ ജീവിതത്തിൻ്റെ സകല സർഗാത്മകതകളെയും നിറച്ച എഴുത്ത് അതാണോ, അതിൻ്റെ അടിസ്ഥാനധാരയായി പ്രവർത്തിച്ച രാഷ്ട്രീയമാണോ, ഏതാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിനെ ഏറ്റവും പ്രിയങ്കരനാക്കുന്നത് KN സംബന്ധിച്ചിടത്തോളം? ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിനെ ഏതെങ്കിലും ഒരു കള്ളിയിലേക്ക് നമുക്ക് വെട്ടിച്ചുരുക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കാലത്തിൻ്റെ എഴുത്തുകാരനായോ ഏതെങ്കിലും ഒരു പ്രത്യേക ആശയത്തിൻ്റെ മാത്രം എഴുത്തുകാരനായോ അദ്ദേഹത്തെ നമുക്ക് ചുരുക്കാൻ പറ്റില്ല. അതേസമയം സാമ്രാജ്യത്വ വിരുദ്ധമായ കാഴ്ചപ്പാട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലുടനീളം പുലർത്തിയിട്ടുണ്ട്. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, സാമൂഹ്യ പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മാനവിക കാഴ്ചപ്പാട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, പത്രപ്രവർത്തനത്തിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം എഴുതിയ നോവൽ ഒരു കുലപതിയുടെ മരണം 1957 മാർക്കോസ് എന്ന ഏകാധിപതി തൻ്റെ ഭീകരഭരണം തുടരാനാവാതെ ജനപ്രക്ഷോഭത്തിൻ്റെ മുമ്പിൽ പരാജിതനായി ഒളിച്ചോടേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ് പറയുന്നുണ്ട്, ലാറ്റിൻ അമേരിക്ക കാണുന്ന ആദ്യത്തെ ഏകാധിപതിയുടെ പലായനമാണത്, ഒളിച്ചോട്ടാണത്. അത് അദ്ദേഹത്തെ ആവേശഭരിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം പത്രത്തിൽ അതേക്കുറിച്ച് ഈ പ്രക്ഷോഭത്തിൽ പാതിരിമാരടക്കമുള്ള മത നേതൃത്വം ജനാധിപത്യ സമരത്തിൽ പങ്കെടുത്തതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പത്രപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ പ്രകടമായി പ്രത്യക്ഷമായി രാഷ്ട്രീയ
പക്ഷപാതിത്വം പൂഴ്ത്തിവെക്കാതെ ധീരമായി പ്രകടിപ്പിച്ച ഒരാൾ തന്നെയാണ്. മാത്രമല്ല, നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാധ്യമരംഗത്തെ ഏറ്റവും ജനവിരുദ്ധമായ പ്രവണതകളെക്കുറിച്ച് ആലോചിക്കാൻ, അന്വേഷിക്കാൻ യുനെസ്കോ നിയമിച്ച മാക്ബ്രൈഡ് കമ്മീഷനിലെ മാക്ബ്രൈഡ് ചെയർമാനായിരുന്ന കമ്മീഷനിലെ ഒരു പ്രമുഖ അംഗമായിരുന്നു ഗബ്രിയോ ഗാർഷ്യോ മാർക്യോസ്. ഇന്ത്യയിൽ നിന്ന് വി ജി വർഗീസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ വളരെ പ്രധാനമാണ്. ഒരു പക്ഷേ സർഗാത്മക മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ അത്ഭുതകരമായുള്ള ഇടപെടലിൻ്റെ തുടർച്ചയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രകടമായ രാഷ്ട്രീയ ഇടപെടൽ അല്പം വേണ്ടത്ര പരിഗണിക്കാതെ പോയോ എന്ന് മാത്രമേ ആലോചിക്കാനുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം വളരെ കൃത്യമാണ്, അദ്ദേഹത്തിൻ്റെ രചനകളിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ചുരുക്കി എഴുതുന്നതല്ലല്ലോ. മറിച്ച് ലാറ്റിൻ അമേരിക്കൻ ജീവിതം അനുഭവിച്ച പ്രയാസങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ ജീവിതം അനുഭവിച്ച പ്രയാസം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ബനാന മസാക്കർ എന്ന് പറയുന്ന വാഴപ്പഴം കൂട്ടക്കൊല യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനി എന്ന ബഹുരാഷ്ട്ര കമ്പനി നടത്തിയിട്ടുള്ള കൂട്ടക്കൊല, ആ കൂട്ടക്കൊല തീർച്ചയായിട്ടും മാർക്യോസ് കേൾക്കുന്നത്, ആ കൂട്ടക്കൊലയുടെ കഥകളൊക്കെ മാർക്യോസ് കേൾക്കുന്നത് സ്വന്തം അപ്പൂപ്പനിൽ നിന്നാണ്. അതെല്ലാം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അദ്ദേഹം വികസിപ്പിച്ച മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ലാറ്റിൻ അമേരിക്കൻ യാഥാർത്ഥ്യങ്ങളെ പഴയ യാഥാർത്ഥ്യത്തിൻ്റേതായ ഒരു രീതിയിൽ ആവിഷ്കരിച്ച് ഫലിപ്പിക്കുക അസാധ്യമാണ് എന്ന ആഴത്തിലുള്ള യാഥാർത്ഥ്യബോധത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മാജിക്കൽ റിയലിസം ഉണ്ടാകുന്നത്. അല്ലാതെ യാഥാർത്ഥ്യത്തിനെതിരെ ഒരു മാന്ത്രികതയെ പകരം വെക്കുകയല്ല ഗബ്രിയോ ഗാർഷ്യോ മാർക്യോസ് ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അലസമായി കടന്നു പോകുന്നവർക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ജനപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്ന സാമ്രാജ്യത്വ വിരുദ്ധ കാഴ്ചപ്പാടിൽ വെള്ളം ചേർക്കാത്ത ലാറ്റിൻ അമേരിക്കയുടെ സവിശേഷത തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ടത്. അദ്ദേഹം 1982 നോബൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ ലാറ്റിൻ അമേരിക്കയുടെ ഏകാന്തതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വികാരനിർഭരമായ പ്രഭാഷണത്തിൽ കൃത്യമായും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടെ ദീർഘകാലം കൊളോണിയൽ അടിമത്വത്തിന് കീഴ്പ്പെട്ട രാഷ്ട്രങ്ങൾക്ക് സ്വന്തം കണ്ണുകൊണ്ട് കാണാനോ സ്വന്തം കാതുകൊണ്ട് കേൾക്കാനോ സ്വന്തം ഭാഷ പറയാനോ കഴിയാത്ത വിധത്തിൽ അവരുടെ ജീവിതമാകെ കീഴ്മേൽ മറിക്കപ്പെട്ട ഒരവസ്ഥക്കെതിരെയുള്ള പ്രതിരോധമാണ് തീർച്ചയായിട്ടും സർഗാത്മക പ്രക്ഷോഭം തന്നെയാണ് തൻ്റെ രചനകളിലുടനീളം അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ശരി, ആർ ഉണ്ണിയിലേക്ക്. വായിച്ച് വളർന്ന ഒരു തലമുറയെ ഏതു വിധത്തിലാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ കൃതികൾ സ്വാധീനിച്ചത്? സ്വന്തം അനുഭവത്തിൽ നിന്നുകൂടി താങ്കൾക്കൊരു പക്ഷേ അത് പറയാൻ സാധിക്കും. മാർക്കേസ് അപ്പം അന്നുവരെ ഞാൻ വായിച്ചിരുന്ന പുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ കാഴ്ചകൾ, ഇതിന് മറ്റൊരു ലോകം സാധ്യമാണെന്ന് മാർക്കേസിൻ്റെ കഥകളും നോവലുകളും എന്നെ പരിചയപ്പെടുത്തി. ഇതിപ്പം KN പറഞ്ഞതുപോലെ പ്രത്യക്ഷമായൊരു രാഷ്ട്രീയം അതിൽ പ്രകടമല്ല. അത് നമുക്ക് വരികൾക്കിടയിലൂടെ, വാക്കുകൾക്കിടയിലൂടെ കണ്ടെത്താവുന്ന ഒന്നാണ്. കാരണം ഒരു പ്രൊപ്പഗാൻഡ റൈറ്റർ ആയിരുന്നില്ല ഒരിക്കലും മാർക്കേസ്. മാർക്കേസിൻ്റെ പല, ഇപ്പോൾ 100 Years of Solitude ആയാലും ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ ആയാലും കഥകളും എല്ലാം തന്നെ അപരിചിതമായൊരു ലോകം, നമുക്ക് നമ്മുടെ ഉള്ളിൽ എവിടെയോ പരിചയമെന്ന് തോന്നിക്കുന്ന ഒരു ലോകം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു മാന്ത്രികത മാർക്കേസിലുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ വല്ലാത്തൊരു വിചിത്രമായൊരു കോയിൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകാന്തതയുടെ 100 വർഷങ്ങളിലെ മറവി രോഗം ബാധിച്ച ആ ഒരു മക്കണ്ടയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് അവർ ഓരോ വസ്തുക്കളുടെയും മുകളിൽ അതെന്താണ്, പശുവിൻ്റെ മുകളിൽ പശു എന്ന് എഴുതി വയ്ക്കുക. ഇതെല്ലാം വായനയുടെ ആ ഒരു കാലത്ത് വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു. എന്നാൽ ഇത് തൊട്ടടുത്തുള്ള, എൻ്റെ വീടിനടുത്തുള്ള വൃദ്ധനായൊരു മനുഷ്യൻ തൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം തൻ്റെ വീട്ടിൽ ഓരോന്നിനും കട്ടിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓരോ വസ്തുക്കളിലും ഈ പേരുകൾ എഴുതി വച്ചിരുന്നു. അപ്പോൾ മാർക്കേസ് എഴുതിയത് ആരെക്കുറിച്ചാണ്, എൻ്റെ തൊട്ട അയൽവാസിയെക്കുറിച്ചാണോ എന്ന് ഒരു നിമിഷം തോന്നിപ്പോകുന്ന ഒരു സംശയം മാർക്കേസിൻ്റെ കൃതികളിൽ നിന്നും
എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എനിക്കൊന്ന് മാർക്കേസിനെ ഒരു പിന്നീടാണ് പലപ്പോഴും വായന വീണ്ടും അതിൻ്റെ കുറച്ചുകൂടി ഉയർന്ന തരത്തിലേക്ക് പോകുമ്പോഴാണ് മാർക്കേസിൻ്റെ പുസ്തകത്തിലെ രാഷ്ട്രീയം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ബി ഉണ്ണികൃഷ്ണൻ സംവിധായകൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലാറ്റിൻ അമേരിക്കൻ ജീവിതത്തെ മലയാളികൾക്ക് അത്രത്തോളം പരിചിതമല്ലാത്തൊരു ജീവിത സാഹചര്യത്തെ എഴുതിയപ്പോൾ പോലും, അതിനെ വരച്ചു കാട്ടിയപ്പോൾ പോലും മലയാളികൾ അതിനെ വളരെ ഹാർദമായി സ്വീകരിച്ചു, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ രചനകളെ. അതെങ്ങനെ സാധ്യമാകുന്നു? മലയാളിക്ക് ഇത്രത്തോളം അടുപ്പം ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ വാക്കുകളോട് ഉണ്ടാകുന്നതിൻ്റെ കാരണം അതെന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ വളരെ പരമ്പരാഗതമായി സാഹിത്യത്തെ പറ്റി, ഉദാത്ത കലയെ പറ്റിയൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്. ഏതൊരു പ്രാദേശിക സംസ്കാരവുമായി നേരിട്ട് സംവദിച്ചുകൊണ്ട് നമ്മൾ രചന നിർവഹിക്കുമ്പോഴും അതിനെ അതിവർത്തിച്ചു പോകുന്ന മറ്റ് പ്രാദേശികതകളെ, മറ്റു ഭാഷകളെ, മറ്റ് സെൻസിബിലിറ്റീസിനെ അഡ്രസ് ചെയ്യുന്ന സാർവലൗകികമായ ഒരു തലം സാഹിത്യത്തിന് എപ്പോഴുമുണ്ട്. മാർക്കേസിന്റെ രചനകൾക്ക് വിശേഷിച്ചും. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ യൗവനകാലത്ത് മാർക്കേസ് ആവേശിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം പരിചയപ്പെടുത്തി തന്നത്, തുറന്നിട്ട് തന്നത് അതുവരെ പരിചിതമല്ലാത്ത ഒരു വായന അനുഭവത്തിലേക്കായിരുന്നു ഞങ്ങളെ അദ്ദേഹം കൈപിടിച്ച് നടത്തിയത്. യാഥാർത്ഥ്യം എന്നത് വളരെ ലളിതമായി പ്രതിഫലിക്കപ്പെടേണ്ട ഒന്നാണ് സാഹിത്യത്തിൽ എന്ന പരമ്പരാഗത വിശ്വാസത്തെയാണ് മാർക്കേസിന്റെ രചനകൾ അട്ടിമറിച്ചത്. നമ്മൾ കാണുന്നതും നമ്മൾ തൊട്ടറിയുന്നതും നമ്മൾ സംവദിക്കുന്നതുമല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എപ്പോഴും അതിനേക്കാൾ കൂടുതലോ അതിനേക്കാൾ വളരെ കൂടുതലോ ആയ മറ്റെന്തോ ഒന്നാണ്. യാഥാർത്ഥ്യത്തെ ഒരുതരം മാജിക്കൽ തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ നേരിട്ട് സംവദിക്കുന്ന യാഥാർത്ഥ്യത്തിന് അപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എന്ന് നമ്മളോട് പിന്നെയും പിന്നെയും പറഞ്ഞു തരുന്ന രചനകളാണ് മാർക്കേസിൻ്റെത്. അദ്ദേഹത്തിന്റെ കൃതികളിലെ രാഷ്ട്രീയത്തെ നിർവചിക്കുന്നതും ഒരുപക്ഷെ യാഥാർത്ഥ്യത്തോട് അദ്ദേഹം കാണിക്കുന്ന ഈ വിപ്ലവ സ്വഭാവം കലർന്ന സമീപനമാണ്. എന്നെ ഏറ്റവും സ്വാധീനിച്ചതും ആഴത്തിൽ ഒരുപാട് ഹോണ്ട് ചെയ്തിട്ടുമായിട്ടുള്ള ഒരു ചെറിയ നോവലുണ്ട്, ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ്. ആ നോവലിന്റെ തുടക്കം എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചിട്ടുള്ള ഒരു നോവലിലും ഇത്രയും ഗംഭീരമായ ഓപ്പണിംഗ് ലൈൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. On the day they were going to kill him, Santiago Nasser woke up early in the morning എന്നാണെന്നാണ് എന്റെ ഓർമ്മ. വരികൾ ഒരാളുടെ ജീവിതത്തിന്റെ ഗതിവിഗതികൾ, അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മരണം, ഇത് ഒരു ആഖ്യാനത്തിലേക്ക് എത്ര ലളിതമായിട്ടാണ് മാർക്കേസ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ഈ ആഖ്യാനത്തിന്റെ രാഷ്ട്രീയം ഇത്രത്തോളം നമ്മളെ ബോധ്യപ്പെടുത്തുകയും അതുവഴി നമ്മളെ അമ്പരപ്പെടുത്തുകയും ചെയ്ത എഴുത്തുകാർ ഏറെയില്ല. റൈറ്റ്, വളരെയധികം നന്ദി ബി ഉണ്ണികൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കെ എന്നിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ കെ എൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ബനാന മസാക്കർ, വാഴപ്പഴ കൃഷിക്ക് അവിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് എത്തിയ ബഹുരാഷ്ട്ര കമ്പനികൾ, അവർ നടത്തിയ പീഡനങ്ങൾ, അതിനെതിരെ ഉയർന്ന പ്രതിഷേധം, ഇതൊക്കെ മാർക്കേസിൻ്റെ രചനകൾക്ക് സഹായകമായിട്ടുണ്ട്. അത്തരം ഘടകങ്ങളൊക്കെ അതിൽ പ്രതിപാദിക്കപ്പെടുന്നുമുണ്ട്. അത്തരം സംഗതികൾ, ആ അധിനിവേശങ്ങൾ പുതിയ രൂപത്തിൽ പല നാടുകളിൽ അരങ്ങേറുമ്പോൾ മാർക്കേസിൻ്റെ കൃതികളുടെ പ്രസക്തി, അതിൻ്റെ വായനയുടെ അർത്ഥതലങ്ങൾ അത് കൂടുതൽ നിലനിൽക്കുക തന്നെ ചെയ്യും എന്നല്ലേ നമ്മൾ കരുതേണ്ടത്?